നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 425 425. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 27 ശ്ലോകം 3 മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം 3. തയോപഗൂഢ പരിരബ്ധഗന്ധരോ രഹോനുമന്ത്രൈരപകൃഷ്ടചേതന നകാലരംഹോ ബുബുദേ ദുരത്യയം ദിവാനിഷേധി പ്രമദ പരിഗ്രഹ. ഇതിൻ്റെ വാക്കാർത്ഥം വരുമ്പോൾ പ്രമദയുടെ പരിഗ്രഹത്തോടു കൂടിയും അവളാൽ ആലിംഗനം ചെയ്യപ്പെട്ടും ആലിംഗനം ചെയ്യപ്പെട്ട കണ്ഠത്തോടുകൂടിയും ഏകാന്തത്തിൽ ഗൂഢസംഭാഷണങ്ങളാൽ അപഹരിക്കപ്പെട്ട വിവേകത്തോടുകൂടിയും സ്ത്രീകളോട് ഏകാന്തമായി സംസാരിച്ചാൽ സംഭവിക്കുന്നതാണ് അപഹരിക്കപ്പെട്ട വിവേകം. ഇതാണ് 6, 8, 10, 12 വയസ്സുകളിൽ പെൺകുട്ടികളും ആൺകുട്ടികളും പഠിച്ചിരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കില്ല? ഇന്നത്തെ കൂട്ടത്തിലുള്ള അനീതികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷവും അപകീർത്തിപ്പെടുത്തുന്നതും വധിക്കപ്പെടുത്തുന്നതും ആയ എല്ലാ മാരക രോഗങ്ങളും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്, അപഹരിക്കപ്പെട്ട വിവേകത്തോടു കൂടിയും ഇരിക്കുന്നവനായിട്ട് അതിക്രമിക്കുവാൻ കഴിയാത്തതായ കാലവേഗത്തെ അറിഞ്ഞില്ല എന്ന് പറയും. അതായത് ആയുസ് തീരുന്നത് അറിയില്ല എന്ന് പറഞ്ഞാണ് താല്പര്യം. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കും. അവളാൽ ആലിംഗനം ചെയ്യപ്പെട്ടും അവളുടെ കണ്ഠത്തെ ആലിംഗനം ചെയ്തും അവളുടെ രഹസ്യലാഭം നിമിത്തം വിവേകശക്തി നശിച്ചും അവളെ തന്നെ പ്രധാന പരിഗ്രഹമായി സ്വീകരിച്ചും കൊണ്ടിരുന്നതിനാൽ പകൽ കഴിഞ്ഞു രാത്രിയായി, രാത്രി കഴിഞ്ഞു പകലായി എന്ന രീതിയിൽ അതിവേഗത്തോടുകൂടെ സഞ്ചരിക്കുന്നതും ആർക്കും തടുക്കുവാൻ കഴിയാത്തതുമായ കാലശക്തിയെ ആ രാജാവ് ലേശവും അറിഞ്ഞില്ല. ഭോഗാസക്തി കൊണ്ട് തന്നെ കഴിച്ചു. ജന്മമരണാദി രൂപ സംസാരത്തിൽ നിന്ന് കരകയറ്റുവാൻ ആവശ്യമായ ജ്ഞാനഭക്ത്യാദി സാധനങ്ങളെ സമ്പാദിക്കുന്നതിൽ മനസ്സിരുത്തിയതേയില്ല. ഇത് കേട്ടതിൻ്റെ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം, ഇത് ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ലേ? അല്ല എന്നാണെങ്കിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവേകമില്ല എന്ന് ഞാൻ പറയും. ശാസ്ത്രീയ ഗ്രന്ഥമാണ് എന്ന് തലയാട്ടി സമ്മതിച്ചാൽ എന്തുകൊണ്ട് ഇത് നാം പഠിച്ചില്ല? എന്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചില്ല? അവരെ നമ്മൾ ഫുട്ബോൾ അക്കാഡമിയിലും ക്രിക്കറ്റ് അക്കാഡമിയിലും നർത്തന വിദ്യയിലും പാട്ടിനുമൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നല്ല ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിന് ഗുണത്തെ പ്രദാനം ചെയ്യുന്നവരായിട്ട് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ഇനി അടുത്ത ശ്ലോകം. ശയാന ഉന്നദ്ധമതോ മഹാമന മഹാർഹതൽപേ മഹിഷി ഭുജോപധി താം ഏവ വീരോ മനുദേ പരം യതസ്തമോ വിഭൂതോ ന നിജം പരം ചയത്. ഏറ്റവും അധികരിച്ച മതത്തോടു കൂടിയവനും, ആണുങ്ങളെ പറ്റിയിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ, അനേകം സങ്കല്പങ്ങളോട് കൂടിയവനും
ഉത്കൃഷ്ടമായ തൽപ്പത്തിൽ ഭാര്യയുടെ ഭുജത്തിൽ തലവെച്ചുകൊണ്ട് ശയിക്കുന്നവനായിട്ട് വീരനായ ആ പുരഞ്ജനൻ അജ്ഞാനത്താൽ കീഴടക്കപ്പെട്ടവനായിട്ട്, എന്തുകൊണ്ട്? അജ്ഞാനത്താൽ കീഴ്പ്പെടുത്തി കീഴടക്കപ്പെട്ടവനായിട്ട് അവളെ തന്നെ പരമപുരുഷാർത്ഥമായി വിചാരിക്കുന്നു. സ്വന്തം രൂപത്തെ പരമപുരുഷാർത്ഥമായിട്ട് വിചാരിക്കുന്നില്ല. എന്തൊക്കെയോ ജീവിതത്തിൽ നേടിയെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. കാലം, ഇനി അതിൻ്റെ ഭാവാർത്ഥം, കാലം അതിക്രമിക്കുന്നതറിയാത്തത് കൊണ്ട് ഉത്കൃഷ്ടശയ്യയിൽ ഭാര്യയുടെ കയ്യന്മേൽ തലയും വെച്ച് അനേകം സങ്കല്പങ്ങളെ മനസ്സിൽ വിചാരിച്ചും വർദ്ധിച്ചു വരുന്ന മതത്തോടുകൂടിയും ശയിക്കുന്ന ആ വീരൻ അജ്ഞാന അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്നവനായി ആയതിനാൽ ആ ഭാര്യാലാഭം തന്നെ പരമപുരുഷാർത്ഥം ലാഭം എന്ന് ഇരിക്കുന്നു. ആത്മസ്വരൂപത്തെ, ബ്രഹ്മത്തെ വിചാരിക്കുന്നതേയില്ല. ഇതാണ് പുരിഞ്ചനോപാഖ്യാനം. കഥ മനസ്സിലാക്കേണ്ടത്. 5-ാമത്തെ ശ്ലോകം. തയൈവ രമമാണസ്യ കാമകശ്മലചേതസ ക്ഷണാർദ്ധം യുവരാജേന്ദ്ര വ്യതിക്രാന്തം നവം വയാം. ഹേ രാജശ്രേഷ്ഠ, കാമത്താൽ ദുഷിച്ചിരിക്കുന്ന മനസ്സോടുകൂടിയവനും, ഇവിടെ കാമം എന്നുള്ളതിന് പ്രത്യേകിച്ച് എന്ത് പറയണം? സ്ത്രീ സംബന്ധമായ സുഖം എന്ന് പറയണം. അവളോടുകൂടെ തന്നെ രമിക്കുന്നവനുമായി അവൻ്റെ യൗവനകാലം ക്ഷണാർത്ഥം, അല്പസമയം എന്ന പോലെ കഴിഞ്ഞു. പിന്നെ രോഗിയായിട്ട് മാറി. ഇതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഭാവാർത്ഥം, ഹേ രാജശ്രേഷ്ഠ, കാമവൃത്തിയുടെ ശക്തി നിമിത്തം വിചാരശക്തി തീരെ ക്ഷയിച്ചിരിക്കുന്നത് കൊണ്ട് അവളോടുകൂടെ തന്നെ രമിച്ചുകൊണ്ടിരുന്ന ആ മഹാരാജാവിൻ്റെ യൗവനകാലം ക്ഷണാർത്ഥ സമയമെന്ന പോലെ വ്യർത്ഥമായിട്ട് കഴിഞ്ഞുപോയി. ആരാ ഉത്തരവാദി? അവരവരെന്നെ. ഇനി അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫ് ഉണ്ട്. പരമപുരുഷാർത്ഥ പ്രാപ്തിക്ക് ഉപകരിക്കുന്ന ജ്ഞാനഭക്തി ഭക്തി ഉണ്ടായാൽ പോരാ, ജ്ഞാനഭക്തിയാണത്. ജ്ഞാനഭക്തി സാധനങ്ങളെ സമ്പാദിക്കുന്നതിന് ഉചിതമായ യൗവനകാലത്തെ മായാമോഹിത ചിത്തന്മാർ നിഷ്പ്രയോജനമായിട്ട് കഴിയുന്നു. ഈ കാലത്തിൽ ബാധിക്കുന്ന കാമവൃത്തിയെ ജയിപ്പാൻ വീരവീരന്മാരായ രാജാക്കന്മാർക്കും അസാധ്യമായിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അതിനാണ് ഈശ്വരാനുഗ്രഹം. സ്ഥിരമായിട്ട് അമ്പലത്തിൽ പോവുക, കീർത്തനങ്ങൾ ചൊല്ലുക, പ്രദക്ഷിണം ചെയ്യുക, നമസ്കരിക്കുക, സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അങ്ങനെയാണ് ഈ കാലത്തെ ജയിക്കേണ്ടത്. 6-ാമത്തെ ശ്ലോകം. തസ്യാം മദനയത് പുത്രാൻ പുരഞ്ജന്യാം പുരഞ്ജന ശതാന്യേകാദശ വിരാടായുഷോ അർത്ഥം മധാത്യഗാത്. ചക്രവർത്തിയായ പുരഞ്ജനൻ ആ പുരഞ്ജനിയിൽ 111 പുത്രന്മാരെ ജനിപ്പിച്ചു. ആയുസ്സിൻ്റെ പകുതി അനന്തരം അതിക്രമിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം 2 പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്. മഹാരാജാവായ പുരഞ്ജനൻ ഭാര്യയായ പുരഞ്ജനയിൽ 111 പുത്രന്മാരെ ജനിപ്പിച്ചു. അത്ര കാലം കൊണ്ട് ആയുഷ്കാലം പകുതി കഴിയുകയും ചെയ്തു. 11 ഇന്ദ്രിയങ്ങളുടെ നാനാവൃത്തി പരിണാമങ്ങളെ പുത്രത്വേന കൽപ്പിച്ചതുകൊണ്ട് 11 എന്ന് കാണിക്കുന്നു. ഇവിടെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെന്നുള്ള അർത്ഥത്തിലല്ല, നാനാവിധ വൃത്തി പരിണാമങ്ങളെ പുത്രത്വേന ഇന്ദ്രിയങ്ങളുടെ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, സംഖ്യാനിർണയം കാണിച്ചിരിക്കുകയല്ല, ആധിക്യം മാത്രം കാണിച്ചിരിക്കുന്നുവെന്നാണ് ആചാര്യ അഭിപ്രായം. ആയുസ് പകുതി കഴിഞ്ഞുവെന്ന് കഥാസൗന്ദര്യത്തെയും വിഷയാശയുടെ ആധിക്യം 50 വയസ്സ് വരെയാണെന്നതിനെയും കാണിപ്പാൻ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് വേദാന്തം.
ഒരു കംപ്ലീറ്റ് ശരീരശാസ്ത്രമാണത്. മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണം, ആവലാതികളില്ലാതെ കണ്ട് എല്ലാവർക്കും യോഗ്യമായ രീതിയിൽ, സന്തുഷ്ടമായ രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇതാണ് കാണിക്കുന്നത് ഭാഗവതം. 7ാമത്തെ ശ്ലോകം. ദുഹിതൃ ദശോത്തരശതം പിതൃം ആദ്രയസ്കരീ ശീലൗ ഔദാര്യഗുണോപേദ പര പൗരഞ്ജന്യാ പ്രജാപതേ. ഹേ രാജാവേ, ശീലം ഔദാര്യം എന്ന ഗുണങ്ങളോടുകൂടിയവരും പിതാവിനും മാതാവിനും യശസ്സിനെ വർദ്ധിപ്പിക്കുന്നവരും. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അച്ഛനമ്മമാരുടെ മാനസിക അവസ്ഥയെ പുല്ലായിട്ടാണ് കണക്കാക്കുന്നത്. അവിടെയാണ് തെറ്റുപറ്റിയത്. അവർക്ക് എന്തൊക്കെ ആഗ്രഹാഭിലാഷങ്ങളുണ്ട്, ഈ കുട്ടികളെ കൊണ്ട് അവർ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്, അവരെ നല്ല വഴിക്ക് നടത്താൻ സാധിക്കാത്തതുള്ള പരിവേദനങ്ങൾ. അപ്പോൾ മാതാവിനും യശസ്സിനെ വർദ്ധിപ്പിക്കുന്നതും അതാണ്. ഒരു ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവരുടെ കടപ്പാടുകൾ, അല്ലാണ്ട് ചോരത്തിളപ്പിൽ തോന്നിയത് കാണിക്കാനല്ല എന്നർത്ഥം. അപ്പോൾ പുരഞ്ജനി പുത്രിമാർ എന്ന് സുപ്രസിദ്ധകളായ ദശോത്തരശതം, അതായത് 110 എന്നർത്ഥം, പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് പറയുന്നു. പുത്രന്മാരെ മാത്രമല്ല പുത്രിമാരും ജനിപ്പിച്ചു. ഹേ രാജാവേ, സ്വഭാവഗുണം, ദാനശീലം മുതലായ യോഗ്യതകളാൽ പേരും പ്രസക്തിയും ആർജിക്കേണ്ടവരാണ് ഓരോരുത്തരും. മാതാപിതാക്കന്മാരുടെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന 110 പുത്രിമാരെയും പുരഞ്ജനിൽ ജനിപ്പിച്ചു. അവരെ പൗരഞ്ജനികൾ എന്ന് ജനങ്ങൾ വിളിച്ചു വരുന്നു. ബുദ്ധിഗുണങ്ങളായ ലജ്ജ, കരുണ മുതലായ വൃത്തികളെയാണ് പുത്രിമാരായി കൽപ്പിച്ചിരിക്കുന്നത്. ഇതാണ് ഭാരതീയ ദർശനം. ജീവനായ പിതാവിനും ബുദ്ധിയായ മാതാവിനുമുള്ള യോഗ്യതയെ ഈ വൃത്തികൾ പ്രസിദ്ധപ്പെടുത്തുന്നു. പുത്രന്മാരെ അപേക്ഷിച്ച് പുത്രിമാർ കുറവാണ് എന്ന് കാണിച്ചത് അങ്ങനെ വരുന്നതാണ് സംസാരത്തിൽ ഭംഗിയായിട്ട് കരുതി വരുന്നത് എന്ന സമ്പ്രദായത്തെ കാണിപ്പാൻ ആകുന്നു എന്ന് പറഞ്ഞു. എല്ലാറ്റിൻ്റെയും പിന്നിൽ വലിയ വലിയ ആലോചന സ്മൃതികളുണ്ട്. 8ാമത്തെ ശ്ലോകം. സ പാഞ്ചാലപതി പുത്രാൻ പിതൃവംശ വിവർധനാൻ ദാരേ സംയോജയാമാസ ദുഹിതൃ സദൃശൈർവരൈ. ആ പഞ്ചാലദേശാധിപൻ പിതൃവംശത്തെ വിശേഷമായി വർദ്ധിപ്പിക്കുന്ന പുത്രന്മാരെ ഭാര്യമാരോടും പുത്രിമാരെ അനുരൂപന്മാരായ ഭർത്താക്കന്മാരോടും വേണ്ടതുപോലെ യോജിപ്പിച്ചു എന്നാണ്. മക്കൾക്ക് കല്യാണം കഴിച്ചുവെന്നത് കഥാപുഷ്ടിയെ സൂചിപ്പിക്കുവാൻ മാത്രം, അല്ലാണ്ട് വിവാഹം ഒരു മസ്റ്റല്ല. ഇന്ദ്രിയ പരിണാമങ്ങളായ പുത്രന്മാരെയും ബുദ്ധിഗുണങ്ങളായ പുത്രിമാരെയും ഹിതാഹിത ചിന്തനം ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി എന്നും വിചാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. 9ാമത്തെ ശ്ലോകം. പുത്രാണാം ച അഭവാൻ പുത്ര ഏകൈസ്യാശതം ശതം യൈർവൈ പൗരഞ്ജനോ വംശ പാഞ്ചാലേഷു സമേധിത. പുത്രന്മാർക്ക് ഓരോരുത്തന്നെ 100 പുത്രന്മാർ ഉണ്ടായി. യാതൊരുത്തർ തന്നെ പുരഞ്ജനൻ്റെ വംശം പാഞ്ചാലദേശങ്ങളിൽ ഏറ്റവും വർദ്ധിച്ചു എന്ന വാക്കാർത്ഥം. ഇനി അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ് വരുന്നത്? പുത്രന്മാരിൽ ഓരോരുത്തനും 100 പുത്രന്മാരുണ്ടായി. അവരാൽ പുരഞ്ജന വംശം പാഞ്ചാലദേശങ്ങളിൽ എങ്ങും വർദ്ധിച്ചു. ശരി, പിന്നെയോ നേത്രാദികളായ ഇന്ദ്രിയങ്ങളാണ് പുത്രന്മാർ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും നടത്തുന്ന പുണ്യപാപകർമ്മങ്ങൾ വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ജീവൻ്റെ സംസാര ചക്രഗതിയെ അവസാനിപ്പിക്കാതെ
തുടർച്ചയായി നിലനിർത്തുന്നതിനെയാണ് പുത്രപൗത്ര പരമ്പരയിൽ വംശാഭിവൃദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത്. എല്ലാം ഒബ്ജക്റ്റീവ്സാണ്. ഇനി ഈ പറയുന്നതൊക്കെ ഒബ്ജക്റ്റീവ്സാണ്. 10ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? തേഷു തദ്രിഗ്ധാരേഷു ഗൃഹകോശാനുജീവിഷു നിരൂഢേന മമത്വേന വിഷയേഷന ബന്ധ്യത. നിരൂഢേന മമത്വേന. ഏറ്റവും ഉപദ്രവമുള്ള കാര്യമാണ് മമത്വം എന്നുള്ളത്. എനിക്കെന്നും എൻ്റേതെന്നും. അതങ്ങനെ വിഷയേഷന ബാധ്യത. വിശേഷുക്കളായിട്ട് ബന്ധപ്പെടുത്തിയാൽ കാര്യങ്ങൾ നശിച്ചു എന്നർത്ഥം. അവരിലും അവരുടെ പുത്രന്മാരിലും ഗൃഹങ്ങൾ, ഭണ്ഡാരങ്ങൾ, ഭൃത്യന്മാർ ഇവരിലും ബലമായി ഉറപ്പിച്ചിരിക്കുന്ന എൻ്റേതെന്ന ഭാവത്താൽ വിഷയങ്ങളിൽ അത്യാസക്തനായി ഭവിച്ചു. വിഷയങ്ങളിൽ അത്യാസക്തത ഉണ്ടായ എന്താർത്ഥം? നരകം. അതിൻ്റെ ഭാവാർത്ഥം നോക്കുക. ഇങ്ങനെ പുത്രിമാരിലും ഭവനങ്ങളിലും ഭണ്ഡാരങ്ങളിലും ഭൃത്യന്മാരിലും ശക്തിയോടുകൂടെ വേരുറച്ച് വന്നിരിക്കുന്ന എൻ്റേതെന്ന ഭാവത്താൽ സുഖവിഷയങ്ങളിൽ അത്യാസക്തർ ആയി ഭവിച്ചു എന്ന് പറഞ്ഞു. 11ാമത്തെ ശ്ലോകം. ഈജേച ക്രതുഭിർ ഘോരൈർദീക്ഷിത പശുമാരകൈ ദേവാൻ പിതൃൻ ഭൂതപതീൻ നാനാകാമോ യഥാ ഭവാൻ. അപ്പോൾ ദീക്ഷിച്ചവനും ബഹുവിധങ്ങളായ കാമങ്ങളോടുകൂടിയവനുമായിട്ട് അങ്ങയെപ്പോലെ ഭയങ്കരങ്ങളും പശുക്കളുടെ ഹിംസാപ്രധാനങ്ങളുമായ യാഗങ്ങളാൽ, അപ്പോൾ ഹിംസിച്ചിട്ട് ഒന്നും ചെയ്യരുത്, യാഗങ്ങളാൽ ദേവന്മാരെയും പിതൃക്കളെയും ഭൂതങ്ങളുടെ നാഥന്മാരെയും ആരാധിക്കുകയും ചെയ്തു എന്നായി. ഹേ പ്രാചീന ബർഹിസേ, അങ്ങയെപ്പോലെ തന്നെ ആ പുരഞ്ജന മഹാരാജാവും നാനാവിധങ്ങളായ സങ്കല്പങ്ങളുള്ളവനായിരുന്നതിനാൽ അവയെ എല്ലാം സാധിക്കണമെന്ന വിചാരത്താൽ പ്രാണിഹിംസാ പ്രധാനങ്ങളും ശാസ്ത്രസമ്മതമല്ലാത്തവുമായ, ശാസ്ത്രസമ്മതമില്ല അതിന്. അപ്പോൾ ഭാഗവതത്തിലെ ശാസ്ത്രസമ്മതമല്ലാത്ത കാര്യങ്ങളാണ് ഉണ്ണിയൂട്ട്, വിവാഹം ഒക്കെ, പറവയ്ക്കലൊക്കെ. അപ്പോൾ നമ്മളെന്താ ചെയ്യണത്? കൊടിയ പാപത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. ശാസ്ത്രസമ്മതമല്ലാത്തവയുമായ ഭയങ്കര യാഗങ്ങൾ കൊണ്ട് അതാത് കാമങ്ങളെ സാധിപ്പിക്കുന്നതിൽ സമർത്ഥരായ ദേവന്മാർ, പിതൃക്കൾ, ഭൂതനാഥന്മാർ എന്നിവരെ ആരാധിച്ചു. ഈശ്വരനെ ആരാധിച്ചില്ല. ജഗതീശ്വരനെ അഹം ബ്രഹ്മാസ്മിയിലേക്ക് പോകാതെ കണ്ട് ഭാഗവതത്തിൻ്റെ ഒഴുക്കുള്ള അർത്ഥങ്ങൾ മാത്രം മനസ്സിലാക്കി ഗാഢമായി രൂഢമായിരിക്കുന്ന ശാസ്ത്രീയ സത്യങ്ങളെ ഉൾക്കൊള്ളാതെ കണ്ട് പല ആചാര്യന്മാരും, പണ്ടത്തെ ആചാര്യന്മാർ ഇതിനെ ഉദരംഭരികളായിട്ട് വിനിയോഗിക്കേണ്ടായത്. അവിടെയാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ വേണ്ട പോലെ അനുശാസിച്ചുകൊണ്ട് പറഞ്ഞു തന്നത്. തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി. ഈ മഹാവാക്യങ്ങളുടെ അർത്ഥങ്ങൾ സ്വയം മനസ്സിലാക്കി ഭാഗവതവുമായി രഞ്ജിപ്പിച്ച് ഭാഗവതത്തിൽ രൂഢമായിരിക്കുന്ന അർത്ഥത്തെ വ്യാഖ്യാനിക്കാമെന്നല്ലാതെ കണ്ട് കഥാഗോളങ്ങളുടെ പിന്നാലെ ആർഭാടജനകമായ രീതിയിൽ ഒരിക്കലും പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് ശരിയെന്ന് ഞാൻ മനനം ചെയ്യുമ്പോൾ മനസ്സിലാവും ചെയ്യുന്നുണ്ട്. അതാണ് എൻ്റെ സത്യം. നമ്മൾ മനനം ചെയ്യണം, വെറുതെ കണ്ടത് കേട്ടത് വിഴുങ്ങരുത്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും ഈ ഗ്രന്ഥം ആഖ്യാനം വാങ്ങി വായിക്കൂ, രക്ഷപ്പെടൂ എന്ന് പറയുന്നത്. 12ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. യുക്തേഷ്വേവം പ്രമത്തസ്യ കുടുംബാസക്തചേതസ ആസസാദ സവൈ കാലോ യോ അപ്രിയോഷിതാം. കുടുംബത്തിൽ ആസക്തമായ മനസ്സോടുകൂടിയും
ആവശ്യ വിഷയങ്ങളിൽ ഇപ്രകാരം മനസ്സിരുത്താതെയും ഇരുന്ന് അവശ്യ വിഷയങ്ങളിൽ ഇപ്രകാരം മനസ്സിരുത്താതെയും ഇരുന്ന അവന് പ്രിയകളായ സ്ത്രീകൾക്ക് യാതൊന്നോ അപ്രിയം ആ കാലം തന്നെ വന്നു ചേർന്നു. ചെയ്യേണ്ടത് ചെയ്യാതെ കണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തും കൊണ്ട് ആണ് നമ്മൾ സപ്താഹങ്ങൾ ചെയ്യുന്നത്. നോക്കിക്കോളൂ, ഇതിൻ്റെ ആഖ്യാനം വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും. ഇങ്ങനെ ഭോഗങ്ങളിൽ തന്നെ എപ്പോഴും ആസക്തിയോടും ഒന്നാം ദിവസം ഒന്നാം ദിവസം എന്താ പറയുക, വരാഹാവതാരം മുതൽക്ക് ഒറ്റയും അപ്പും, പിന്നെ ഭഗവതിക്ക് അല്ലേ, ഭഗവതിയെ പ്രസാദിപ്പിക്കണത് എന്തിനു വേണ്ടിയിട്ട്? സ്വന്തം ആവശ്യത്തിന്, മമതയ്ക്ക് വേണ്ടിയിട്ട്. മൂന്നാം ദിവസം വർണ്ണോജ്ജലമായ രീതിയിൽ പാനകം നരസിംഹാവതാരത്തിന്. നാലാം ദിവസം സാക്ഷാൽ കൃഷ്ണാവതാരത്തിന് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവണം. അപ്പം അത് മമതയാണ് എന്ന് ആചാര്യന്മാർ മനസ്സിലാക്കണം. അത് തൻ്റെ വിവരക്കേട് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളത് മനസ്സിലാക്കണം. അഞ്ചാം ദിവസമായാൽ വിവാഹമായി. ആറാം ദിവസം പറയും വേണ്ട, എന്താ, സന്താനഗോപാലം. ഏഴാം ദിവസം എല്ലാവിധ ഐഹിക സുഖങ്ങളും ഉണ്ടാവുന്ന പറഞ്ഞു കൊടുക്കുന്നത്. ഐഹികമായ സുഖങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച പുനരവിജനനം പുനരവിമരണമില്ലാത്ത പരീക്ഷത്തിനെ പോലെയുള്ളൊരു ചിന്താഗതിയാക്കി ശ്രോതാക്കളെ മാറ്റുന്നതിന് പകരം ഇതുവരെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ വാസനകളെ ബലവത്താക്കി തീർക്കുക ചെയ്യണത്. എന്തിനു വേണ്ടി? തൻ്റെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അല്ലേ? എത്ര പാപപങ്കിലമായിട്ടുള്ള അവസ്ഥയാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ എപ്പോഴും ആസക്തിയോടും പരമപുരുഷാർത്ഥപ്രാപ്തിക്കുചിതങ്ങളായ ഭഗവത് ഭജനാദി വിഷയങ്ങളിൽ മനസ്സിരുത്താതെയും ആയുഷ്കാലത്തെ കഴിച്ചുകൊണ്ടിരുന്ന പുരഞ്ജനന് ജരബാധിക്കുന്നതായ ആ കാലം വന്നു ചേർന്നു. പ്രിയകളായ സ്ത്രീകൾക്ക് ആ കാലം ഇഷ്ടമില്ലാത്തതാണെന്ന് പ്രസിദ്ധമാണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പുരുഷന്മാരുടെ രജോ ഗുണം നശിച്ചാൽ സ്ത്രീകൾ അവരെ തള്ളിപ്പറയും. അപ്പോഴാണ് പിന്നെ മതിൽ ചാടലും വേലി ചാടലും ഒളിച്ചോട്ടും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തിപരമായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഗുണം മോക്ഷത്തെ പ്രാപിക്കാനുള്ള വിദ്യ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ശാസ്ത്രമര്യാദകളില്ലാതെ കണ്ട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗവതത്തെ ഉപയോഗിച്ചു വരുന്നത്. അതിൻ്റെ ബാക്കിയുള്ളത് കേട്ടോളൂ. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന വിഷയങ്ങളിൽ ആസക്തനായിരിക്കുന്നവൻ്റെ ആയുഷ്കാലം ഭഗവത് ഭക്തജനാദികൾ കൂടാതെ നിഷ്ഫലമായിട്ട് കഴിയുന്നു. പ്രയോജനം ഇല്ലാതെ കണ്ട് ജന്മം പാഴാക്കണമെന്നാണ് പറഞ്ഞത്. ഈ പുരഞ്ജനോപാഖ്യാനം അതിൻ്റെ ശരിയായ രീതിയിൽ ഒന്ന് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു അധ്യായം ശരിക്കും പഠിച്ചാൽ മതി. അപ്പോൾ നിഷ്ഫലമായിട്ട് കഴിയുന്നു, വാർദ്ധക്യവും വന്നു ചേരുന്നുവെന്ന് സാമാന്യേന ആത്മവിഷയത്തെ സംബന്ധിക്കുന്ന താല്പര്യം എന്ന് പറഞ്ഞു. 13ാമത്തെ ശ്ലോകം. ചണ്ഡവേഗ ഇതി ഗന്ധർവാധിപതി നൃപ ഗന്ധർവാസ്തസ്യ ഭരിന ഷഷ്ട്യുത്തരശതത്രയം. ഹേ രാജൻ, ചണ്ഡവേഗൻ എന്നു പേരുള്ള ഗന്ധർവ രാജാവ് അവന് ബലവാന്മാരായ 360 ഗന്ധർവന്മാരുണ്ട്. ഈ 360 എന്ന് പറഞ്ഞത് ദിവസങ്ങളെയാണ് മൊത്തത്തിൽ. അതിൽ ഏറ്റവും കുറഞ്ഞും കൊണ്ടിരിക്കും. 365 ദിവസമാണ് ഒരു മത്സരം എന്ന് പറയും അല്ലേ? ആ 365 ദിവസവും ഗന്ധർവന്മാരായിട്ട് ഇവിടെ ആഖ്യാനം ചെയ്തിരുന്നു. അത് വ്യാസർക്ക് ബുദ്ധിയില്ലാച്ചിട്ടില്ല.
വ്യാസര് നമ്മുടെ ബുദ്ധി ശോഷിക്കാതെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വ്യാസര് പറഞ്ഞത് നമ്മൾ കേൾക്കണില്ല. ഹേ രാജൻ, രാജാക്കന്മാർക്ക് ശത്രുക്കളുണ്ടായിരിക്കുമെന്ന് അങ്ങയ്ക്ക് അറിയാമല്ലോ. പുരഞ്ജന മഹാരാജാവ് പാഞ്ചാലപുരത്തിന് അധിപതിയായത് മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ അപഹരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു ഗന്ധർവ രാജാവുണ്ട്. ചണ്ഡവേഗൻ എന്നാണ് ആ ഗന്ധർവാജൻ്റെ നാമധേയം, അതായത് പ്രാണൻ ചണ്ഡവേഗൻ. അദ്ദേഹത്തിൻ്റെ മഹാബലശാലികളായ 360 ഗന്ധർവന്മാർ സഹായികളായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒബ്ജക്റ്റിവിസത്തിലാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള വൈഭവം ആചാര്യന് വേണം. എന്നിട്ട് വേണം ശ്രോതാക്കളെ തൻ്റെ മക്കളെ പോലെ, രാജാവ് ആചാര്യനാണെങ്കിൽ ഈ ശ്രോതാക്കളെ മക്കളെ പോലെ അവരെ നേരായ സന്മാർഗത്തിലേക്ക് ഉന്തിത്തള്ളി ഇടേണ്ടത് ആരുടെ ചുമതല? ആചാര്യൻ്റെയാണ്. അപ്പോൾ പറഞ്ഞു, ഏതുവിധം ഉപായം കൊണ്ടും തടുക്കുവാൻ കഴിയാത്ത വേഗത്തോടു കൂടിയ സംവത്സരം എന്നു പേരായ കാലത്തെ ഗന്ധർവ രാജാവായിട്ടും 360 ദിവസങ്ങളെ ബലികളായ ഗന്ധർവന്മാരായിട്ടും സങ്കല്പിക്കുന്നു. ഈ സങ്കല്പങ്ങളൊക്കെ നമുക്ക് അവിടെ എത്താൻ സാധിക്കണം. 14-ാമത്തെ ശ്ലോകം ശ്രദ്ധിച്ചോളൂ. ഗന്ധർവ്യസ്താദൃശീരസ്യ മൈഥുന്യശ്ച സിതാസിതാം പരിവൃത്യ വിലുംബന്തി സർവകാമ വിനിർമ്മിതാം. ഇവന് കറുത്തും വെളുത്തും ഇരിക്കുന്ന ആ വിധമുള്ള ഗന്ധർവ സ്ത്രീകളും, അതായത് രാത്രി പകലും ഭർത്തൃസഹിതകളായിട്ടുമുണ്ട്. ക്രമത്തിൽ സർവഭോഗങ്ങളും സമൃദ്ധമായിരിക്കുന്ന പുരിയെ അപഹരിക്കുന്നു. അതായത് ഈ ശരീരത്തിനെ, ആയുസ്സിനെ അപഹരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ബലശാലിനികളായ 300 ഗന്ധർവ സ്ത്രീകളും ആ ഗന്ധർവ രാജാവിനുമുണ്ട്. ഭർത്തൃസഹിതകളാണ് അവരിൽ ചിലർ വെളുത്തും ചിലർ കറുത്തും ഇരിക്കുന്നു. കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. ഇവരോടുകൂടെ ചേർന്ന് പുരഞ്ജന രാജാവിൻ്റെ സർവസമ്പൽ സമൃദ്ധിയോടുകൂടിയ രാജധാനിയെ ക്രമത്തിൽ അപഹരിച്ചു കൊണ്ട് തന്നെ ഇരിക്കുന്നു. ഇനി അതിൻ്റെ ശരിയായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 360 രാത്രികളെ ഗന്ധർവ സ്ത്രീകളായിട്ടും ശുക്ലപക്ഷ വെളുത്തവരായിട്ടും കൃഷ്ണപക്ഷ രാത്രികളെ കറുത്തവരായിട്ടും കൽപ്പിച്ചു. ജന്മപ്രകൃതി മരണപര്യന്തം ശരീരത്തെ ഇവർ ബാധിക്കുകയും ആയുസ്സിനെ ക്ഷയിപ്പിക്കുകയും ചെയ്യുന്നതിനെ രാജധാനിയെ അപഹരിക്കുന്നതായിട്ട് വർണ്ണിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എല്ലാം വർണ്ണനയാണ്. എന്തൊക്കെ വർണ്ണനയുണ്ട്! ഈ 7 ദിവസം ഒരു സെക്കൻഡ് വിടാൻ പാടില്ല. പാട്ട് പാടിയിട്ടും കളിച്ചിട്ടും കാര്യങ്ങളെന്നെ എത്ര പറയാണ്ട്, പറഞ്ഞാലും തീരില്ല. അപ്പോൾ 15-ാമത്തെ ശ്ലോകം. തേ ചണ്ഡവേഗാനുചരാ പുരഞ്ജനപുരം യഥാ ഹർത്തും ആരേഭിരേ തത്ര പ്രത്യക്ഷേധൽ പ്രജാഗരാം. അപ്പോൾ ചണ്ഡവേഗൻ്റെ അനുചരന്മാരായ അവർ എപ്പോൾ പുരഞ്ജനപുരത്തെ ഹരിപ്പാനായിക്കൊണ്ട് ആരംഭിച്ചുവോ അവിടെ പ്രജാഗരൻ പ്രതിഷേധിച്ചു. അതായത് കഫം, വാദപിത്തം, കഫം. ചണ്ഡവേഗൻ്റെ ആൾക്കാരായ ഗന്ധർവന്മാരും ഗന്ധർവികളും യോജിച്ച് പുരഞ്ജനപുരത്തെ അപഹരിപ്പാൻ എന്നു മുതൽ തുടങ്ങിയോ ആ കാലം മുതൽക്ക് തന്നെ ആ പുരം പാലിക്കുന്ന പ്രജാകരൻ എന്ന സർപ്പം അവരെ നിരോധിച്ചും കൊണ്ടിരിപ്പായി. ദിനരാത്രികളാകുന്ന അവയവങ്ങളോടുകൂടിയ സംവത്സരം കഴിയുന്തോറും ശരീരശക്തി കുറയുന്നുണ്ടെങ്കിലും പ്രാണപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ദേഹം നശിക്കാതെ നിലനിൽക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു. പ്രജാകര ശബ്ദം പ്രാണനെ കുറിച്ചുള്ള ഉപയോഗിച്ചതാണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മുമ്പ് പറഞ്ഞതൊക്കെ ഓർമ്മ വയ്ക്കും വേണം. അപ്പോൾ ശരീരത്തിൽ പ്രാണനെ ഇഴുക്കാനുള്ള ശക്തി ഇല്ലെങ്കിലത്തെ സ്ഥിതി എന്താ? 16-ാമത്തെ ശ്ലോകം പറഞ്ഞിട്ട് നിർത്താം. സപ്തഭി
ശതൈരേകോ വിംശത്യാചശതം സമാ പുരഞ്ജനപുരാധ്യക്ഷോ ഗന്ധർവൈരുയുദ്ധേ ബലി. ബലവാനും ഏകനും ഏകനും ആയ ആ പുരഞ്ജനപുരാധ്യക്ഷൻ, പുരഞ്ജനം എന്നു പേരായ പുരയുടെ അധ്യക്ഷൻ 720 ഗന്ധർവന്മാരോട് കൂടിയിട്ട് 720 ഗന്ധർവന്മാരോട് 100 സംവത്സരം യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. ആയുസ്, ഈ 100 എന്നുള്ളത് ആയുസ്. അതിബലവാനും ഏകനുമായ പുരഞ്ജനപുരപാലകന്മാരുടെ അധിപനായ പ്രജാകരൻ 760 ഗന്ധർവന്മാരോട് 100 സംവത്സരം യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞു. സംവത്സരാവയവങ്ങൾ പകലും രാത്രിയും കൂടെ 720 എന്നും പരമായുസ് 100 ആയതുകൊണ്ട് അതുവരെ പ്രാണൻ ശരീരത്തെ നിലനിർത്തുമെന്നും കാണിച്ചു. ഇത് ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ്. ഭഗവാൻ വേദവ്യാസൻ ജനങ്ങളെ ഉദ്ബോധിക്കാൻ വേണ്ടി ഈശ്വരനെ പ്രകീർത്തിച്ചും കൊണ്ട് പ്രകൃതിയുടെ ഗുണഗണങ്ങളെ നമ്മൾക്ക് പറഞ്ഞു തരാണ്. പക്ഷേ നമ്മൾക്കതിൽ ശ്രദ്ധയില്ലാതെ കൊണ്ട് പോകണം. ഏവർക്കും ശ്രീമന്നാരായണൻ്റെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.